ഈ കൊളസ്ട്രോൾ കൂടിയെന്ന് കാണുമ്പോൾ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവരുടെ ഫുഡിൽ നിന്ന് ഒരു മുട്ട ഒഴിവാക്കും, എണ്ണ ഒഴിവാക്കും, നെയ്യ് ഒഴിവാക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കും ട്ടോ. പക്ഷെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കൊളസ്ട്രോൾ കുറയാത്ത കുറെ ആളുകളുണ്ട്. നമ്മൾ ഈ ദിവസേന കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഈ ഒളിച്ചിരിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ്, ട്രാൻസ് ഫാറ്റ്, ആഡഡ് ഷുഗർ ഇതാരും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇന്ന് ഞാനിവിടെ ഈ പറയാൻ പോകുന്ന ഈ 6 ഭക്ഷണങ്ങളില് ചില ഭക്ഷണങ്ങൾ നമ്മൾ ചീത്തയാണെന്ന് പോലും വിചാരിച്ചു പോലും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മുടെ ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഈവനിങ്ങിൽ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഉണ്ടാകും. അതും അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലെങ്കിലും ഈ ഒരു കാര്യം ഉണ്ടാകും. അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് എന്ത് ഭക്ഷണം ഒഴിവാക്കണം എന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ട്ടോ. അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണെന്ന് അറിയാൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാനിവിടെ 6ാമത്തെ ലിസ്റ്റ് മുതൽ 1ാമത്തെ ലിസ്റ്റ് അങ്ങനെ ബാക്കിൽ നിന്നാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇതിൽ ഈ പറയുന്ന 1ാമത്തെ 2ാമത്തെ ലിസ്റ്റിൽ വരുന്നതാണ് കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ 6ാമത്തെ ലിസ്റ്റിൽ നമ്മൾ ഫുഡ് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് മുട്ട. മുട്ടയുടെ മഞ്ഞയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡയറ്ററി കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ള ആളുകൾ മുട്ട കഴിക്കരുതെന്ന് പലരും അഡ്വൈസും ചെയ്യാറുണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് കൊളസ്ട്രോൾ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ആവരുത്. ഒരു കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഒരു കൊളസ്ട്രോളും, രണ്ടാമത്തെ നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഈ ബാഡ് ആയുള്ള LDL പോലുള്ള കൊളസ്ട്രോളും. ഇത് രണ്ടും രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലും ഒരുപോലെ കൊളസ്ട്രോൾ കൂടുന്നു പറഞ്ഞാൽ അത് നടപടിയായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു മുട്ട ഉണ്ടല്ലോ, നിങ്ങൾ കുറച്ച് വെജിറ്റബിൾസിന്റെയും അതുപോലെ തന്നെ കുറച്ച് പയറുവർഗ്ഗങ്ങളുടെയും ഒക്കെ കൂടെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. പക്ഷെ ഇതേ ഒരു മുട്ട നിങ്ങൾ ഈ ബ്രെഡിന്റെ കൂടെ അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിന്റെ ഒക്കെ കൂടെ ഈ ചീസ് ബട്ടർ പോലെയുള്ള കാര്യത്തിന്റെ ഒക്കെ കൂടെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ മുട്ടേനെ മാത്രം നമുക്ക് വില്ലനാക്കാനായിട്ട് പറ്റില്ല. എന്ത് കാര്യത്തിന്റെ കൂടെ കഴിക്കുന്നു എന്നുള്ളതും കൂടിയാണ് നമ്മുടെ കൊളസ്ട്രോളിനെ ഡിപ്പെൻഡ് ആക്കിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകൾ ഒരിക്കലും 2 മുട്ടയിനേക്കാൾ കൂടുതൽ ഒരു ദിവസത്തിൽ കഴിക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. അല്ലാതെ മിതമായിട്ട് നമ്മൾ 1-2 മുട്ട കഴിക്കുന്നതിൽ വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. ഇനി അടുത്തതാണ് നമ്മൾ ഹെൽത്തി പ്രോട്ടീൻ സോഴ്സ് ആണെന്ന് വിചാരിച്ച് കഴിക്കുന്ന ഈ പനീർ. കൂടുതലും വെജിറ്റേറിയൻസ് ഒക്കെയാണ് കേട്ടോ പ്രോട്ടീൻ സോഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം കഴിച്ചു വരുന്നത്. ഇത് കഴിക്കുന്നവരോട് ഞാനിത് കഴിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് തന്നെയാണ്. പക്ഷെ ഇത് കഴിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രോട്ടീൻ ഒക്കെ കിട്ടും. ഇതിന്റെ കൂടെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ ഫുൾ ഫാറ്റ് ആയിട്ടുള്ള ഡയറി ഐറ്റംസിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പനീർ മാത്രമല്ല നമ്മൾ കഴിക്കുന്നത്. രാവിലെ പാലിന്റെ ചായ, ഉച്ചയ്ക്ക് തൈര്, രാത്രി പനീർ, ഇത് കൂടാതെ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് കുക്കിംഗ് ഓയിൽ, നെയ്യ്, ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങളും ഒരു ദിവസത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചെറിയ അളവിലാണെങ്കിൽ പോലും സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് ദിവസത്തിൽ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പനീർ ഇവിടെ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നല്ല നമ്മൾ പറയുന്നത്, അതെന്തിന്റെ കൂടെ കഴിക്കുന്നു, എങ്ങനെയൊക്കെ കഴിക്കുന്നു, മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, അതും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇനി അടുത്തതായിട്ട് പലരും വിചാരിച്ചിരിക്കുന്നത് ഈ സ്വീറ്റ്സിലുണ്ടല്ലോ മെയിൻ ആയിട്ട് പ്രശ്നക്കാരൻ പഞ്ചസാര മാത്രമാണെന്നാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ലഡു എടുത്തു, ഹൽവ, ഐസ്ക്രീം, എന്ത് തന്നെ മധുരമുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും ആഡഡ് ഷുഗറിന്റെ കൂടെ തന്നെ ഇതിൽ ബട്ടർ, നെയ്യ്, ഫുൾ ഫാറ്റ് ആയിട്ടുള്ള ഡയറി ഐറ്റംസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചേർത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആഡഡ് ഷുഗറിന്റെ കൂടെ കൂടെ നമുക്ക് കിട്ടുന്നത് എന്താ, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റും. നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ആഡഡ് ഷുഗർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ട്രൈഗ്ലിസറൈഡിന്റെ അളവ് നന്നായിട്ട് കൂടാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് പോലെയുള്ള കാര്യങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നന്നായിട്ട് കുടിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലിനും കുറച്ചൊന്ന് താളം തെറ്റിക്കാനുള്ള ചാൻസസും കൂടി ഉണ്ട് കേട്ടോ. പല ആളുകളും പറയുന്നത് കേൾക്കാം, ദിവസത്തിൽ കുറച്ചൊക്കെ സ്വീറ്റ്സ് ഒക്കെ മാത്രമേ കഴിക്കാറുള്ളൂ, ഞങ്ങൾ കൂടുതലായിട്ട് കഴിക്കാറില്ല എന്ന്. പക്ഷെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ത് സ്വീറ്റ് ആണ്, എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, എത്ര വട്ടം നിങ്ങൾ കഴിക്കുന്നുണ്ട്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് ബേക്കറി പ്രൊഡക്ട്സ്. ഒരു ബിസ്ക്കറ്റ് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇങ്ങനെ ചോദിക്കുന്ന കുറെ ആളുകളുണ്ട് കേട്ടോ. ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഒരു ബിസ്ക്കറ്റ് കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഒരു റസ്ക് മാത്രമേ കഴിക്കാറുള്ളൂ മാഡം, ഇങ്ങനെ പറയുന്നവരും ഉണ്ട്. ഈ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബേക്കറി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, കൂടുതലായിട്ടും ഓരോ പ്രൊഡക്റ്റും ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ഉണ്ടാക്കുക. ചില സമയത്ത് അവർ ബട്ടർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് വെജിറ്റബിൾ ഫാറ്റിന്റെ ബ്ലെൻഡ്, അല്ലെങ്കിൽ ഹൈഡ്രജനേറ്റഡ് ആയിട്ടുള്ള ഓയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രാൻസ് ഫാറ്റ്, ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുക. എന്നിട്ട് അവരുടെ പ്രൊഡക്റ്റിന്റെ പുറത്ത് വരുന്നത് കൊളസ്ട്രോൾ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് മാത്രം വിശ്വസിച്ച് നിങ്ങൾ ഒരു കാര്യങ്ങളും വാങ്ങരുത്. ഇത് അവരുടെ സാച്ചുറേറ്റഡ് ഫാറ്റിനെയോ അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റിനെയോ അല്ല മെൻഷൻ ചെയ്യുന്നത്. നിങ്ങളപ്പോ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യലി ഹൈഡ്രജനേറ്റഡ് ഓയിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സാധനം നിങ്ങൾ വാങ്ങരുത്. നിങ്ങളുടെ കൊളസ്ട്രോളിനെ ആണെങ്കിലും നിങ്ങളുടെ ബോഡിക്കാണെങ്കിലും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെറിയ ചെറിയ എമൗണ്ടിൽ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിലും
ഫ്യൂച്ചറിൽ നമുക്കത് നല്ലൊരു കാര്യം കൂടിയല്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത 2 കാര്യങ്ങളാണ് മോസ്റ്റ് ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അതിൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് വനസ്പതി. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു വെജിറ്റബിൾ ഫാറ്റ് പോലെയൊക്കെ ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ട് ട്രാൻസ് ഫാറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലത്തെ LDLനെ, ബാഡ് കൊളസ്ട്രോളിനെ കൂട്ടാനും HDL നല്ല കൊളസ്ട്രോളിനെ ശരീരത്തിൽ കുറയ്ക്കാനും വളരെയധികം ചാൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, നമ്മുടെ ഹാർട്ടിന്റെ കണ്ടീഷനും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇതിൽ നോർമൽ ആയിട്ട് നമ്മുടെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഇല്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ പോയിട്ട് സമൂസ അല്ലെങ്കിൽ പപ്സ്, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇവരൊക്കെ എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എന്ത് ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയിട്ടൊക്കെ കഴിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആദ്യത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്. നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന സോസേജ് അല്ലെങ്കിൽ ഹോട്ട് ഡോഗ്, സലാമി, ബാക്കോൺ പോലെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നവരോട് പറയാനുള്ളത്, ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിലടങ്ങിയിരിക്കുന്ന സോഡിയം അല്ലെങ്കിൽ മറ്റു പല പ്രോസസ്സിംഗ് കാര്യങ്ങൾ ഇതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ പ്രൊഫൈൽ വരെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നമ്മൾ നിത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രോസസ്ഡ് മീറ്റ് നമ്മൾ നിത്യമായിട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, നമ്മുടെ ഹാർട്ടിന് വരെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു സോസേജ് കഴിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾ കൊളസ്ട്രോൾ കൂട്ടും എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പ്രോട്ടീൻ സോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രോസസ്ഡ് മീറ്റ് തിരഞ്ഞെടുക്കുന്നത് അത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ, അതുപോലെ തന്നെ ചിക്കന്റെ ബ്രസ്റ്റ്, മുട്ട എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. പുറത്ത് നിങ്ങൾ കണ്ട് പാക്കറ്റിൽ കണ്ട് പ്രോട്ടീൻ നല്ല രീതിയിലുണ്ട്, ഫാറ്റ് കുറവാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മാത്രം നിങ്ങൾ തീരുമാനിക്കരുത്. എത്രത്തോളം പ്രോസസ്സിംഗ് നടന്നതാണ്, അതിൽ സോഡിയത്തിന്റെ അളവ് എത്രയാണ്, അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ് അതിലുള്ളത് എന്നും കൂടി നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ശേഷം നിങ്ങൾ അത് ഉപയോഗിക്കാനായിട്ട് നോക്കുക. പക്ഷെ പ്രോസസ്സിംഗ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പരമാവധി നിങ്ങൾ ഒഴിവാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഒരു ഫുഡ് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കും. ഇപ്പൊ നിങ്ങൾ മുട്ട കംപ്ലീറ്റ് ആയിട്ട് നിർത്തി, പക്ഷെ നിങ്ങൾ അതിന് പകരം കഴിക്കുന്നത് എന്താ, രാവിലെ 1-2 ബിസ്ക്കറ്റ്. എന്താ കാര്യം? ഇപ്പൊ ചിലരുണ്ട് എണ്ണ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ നെയ്യ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അതിന് പകരമായിട്ട് ചില ആൾക്കാർ ബേക്കറി ഐറ്റംസ് കഴിക്കാറുണ്ട്, കുറച്ചാണെങ്കിൽ പോലും എന്ന് കഴിക്കാറുണ്ട്. പിന്നെ വേറെ കുറെ ആൾക്കാർ പനീർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു, പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് നിങ്ങൾ കഴിക്കുകയാണ്. എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനായിട്ട് നോക്കുക. ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റിന് പകരം അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് അങ്ങനെ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ നിന്ന് ആഡഡ് ആയിട്ടുള്ള ഷുഗർ, ട്രാൻസ് ഫാറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഒഴിവാക്കുക. ഫൈബർ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. എക്സസൈസ് നിങ്ങൾ നന്നായിട്ട് വെക്കാനായിട്ട് നോക്കുക. അടുത്ത പ്രാവശ്യം നിങ്ങൾ റിപ്പോർട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ കൊളസ്ട്രോൾ കൺട്രോൾ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ചെറുതാണെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും ഡെയിലി നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ കുറച്ച് കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മിസ്റ്റേക്സ് നിങ്ങൾ മനസ്സിലാക്കും, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. കൊളസ്ട്രോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മനസ്സിലായെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.